ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദയ ഒരു മെൻ്റൽ പേഷ്യൻ്റ് ആണെന്നുള്ള സത്യം ശബരി ആ ഒരു സർട്ടിഫിക്കറ്റുമായി ഇങ്ങനെ ജഡ്ജിക്ക് മുന്നിൽ ആ ഒരു സത്യം വെളിപ്പെടുത്തുകയാണ് കേട്ടോ. ഇത് കേൾക്കുന്ന ദയ ആകെ ഞെട്ടിപ്പോവാണ്. പക്ഷേ മാഷിനത് അംഗീകരിക്കാൻ കഴിയില്ല. മാഷ് എല്ലാവർക്കും മുന്നിൽ മാഷ് വിളിച്ച് പറയണം, എൻ്റെ മകൾ ഒരിക്കലും ഒരു മെൻ്റൽ പേഷ്യൻ്റ് അല്ല, അവൾക്ക് ചെറിയൊരു വിഭ്രാന്തി ഉണ്ടായിരുന്നു, അവളുടെ ആ മനസ്സിലുള്ള ആശങ്ക, പേടി, ഭയം ഇതൊക്കെയാണ്, അല്ലാതെ അവൾ ഒരു മെൻ്റൽ പേഷ്യൻ്റ് അല്ല എന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന ദയയല്ലേ, എടുത്തുചാട്ടക്കാരിയല്ലേ, പിന്നീട് ഒന്നും നോക്കില്ല. അതെ, ഈ കോടതിക്ക് മുന്നിൽ ഈ ജഡ്ജിക്ക് മുന്നിൽ എനിക്ക് വെളിപ്പെടുത്താനുള്ളത്, ഞാനൊരു മെൻ്റൽ പേഷ്യൻ്റ് ആണെന്ന് പറഞ്ഞ് എന്നെ ഒരിക്കലും ഈ ഒരു ഇതിൽ നിന്നും ജാമ്യം തന്ന് എന്നെ പുറത്തിറക്കരുത്. മെൻ്റൽ പേഷ്യൻ്റ് ആണെന്നുള്ള ആ അനുകൂല്യത്തോടു കൂടിയിട്ട് എനിക്കൊരിക്കലും പുറത്തിറങ്ങേണ്ട ആവശ്യവുമില്ല. ഞാൻ തെറ്റ് ചെയ്ത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി എന്നെ അയാൾ കീഴ്പ്പെടുത്താൻ വന്നപ്പോൾ എൻ്റെ സ്വയരക്ഷയ്ക്ക് വേണ്ടി എനിക്ക് അയാളെ കുത്തേണ്ടി വന്നു. അത് മെൻ്റൽ ആയതുകൊണ്ടല്ല, അയാളെ മരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാനത് ചെയ്തത്. എനിക്ക് എൻ്റെ മാനം നഷ്ടപ്പെടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഏതൊരു പെണ്ണും ചെയ്യുന്ന ആ സ്വയരക്ഷാർത്ഥമാണ് ഞാനും ഇവിടെ ചെയ്തതെന്ന് പറയട്ടോ. അപ്പോൾ അത് കേൾക്കുന്ന മാഷ് പറയണേ, എനിക്ക് ഈ ജഡ്ജിക്ക് മുന്നിൽ സാറ് താഴ്മയായി അപേക്ഷിക്കുന്നു, എനിക്ക് സാറിനോട് പറയാനുള്ളത്, എൻ്റെ മകളെ ഒരിക്കലും മെൻ്റൽ പേഷ്യൻ്റ് ആണെന്ന് ചിത്രീകരിക്കരുത്, അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് എൻ്റെ കുഞ്ഞിന് നൽകരുത്, അതിൻ്റെ പേരിൽ എൻ്റെ കുഞ്ഞിന് ഈ പറയുന്ന ഇതും വേണ്ട എന്നുള്ള ആ ഒരു ഇതായിട്ടോ. എന്നാൽ ഈ സമയം എല്ലാം കൈവിട്ടു പോയി എന്ന ആ ഒരു ഇതിൽ ഇങ്ങനെ ശബരി നിൽക്കുകയാണ്. അതുപോലെ തന്നെ ദാസും ചിരുവൊക്കെ ഇനി എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു ആശങ്കയിൽ നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയം എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെയുള്ള വിധിയാണ് ദയക്ക് വരുന്നത്. ഇവിടെ ഈ പറയുന്ന മിഥുൻ എന്ന് പറയുന്ന പയ്യൻ ദയക്കെതിരായി പറഞ്ഞതുകൊണ്ട് തന്നെ ദയയെ ഇനി ജാമ്യം തരാൻ കഴിയില്ല എന്നുള്ള ആ ഒരു ഇതോടുകൂടി ദയയെ വീണ്ടും പോലീസ് കൊണ്ടുപോവാണ് കേട്ടോ. ഇത് കേൾക്കുന്ന ദയക്ക് വലിയ കുലുക്കൊന്നുമില്ല. കാരണം ദയക്ക് ഒരു മെൻ്റൽ പേഷ്യൻ്റ് ആക്കാൻ തന്നെ എല്ലാവരും നോക്കി, ശബരി അത് നോക്കി എന്നുള്ള ആ ഒരു ദേഷ്യം ദയയുടെ ഉള്ളിൽ വന്ന് കയറിയിരിക്കുന്നു കേട്ടോ. ഇതേ സമയം ശബരിയുടെ മുന്നിലോട്ട് ദയ വരികയാണ്. എന്നാലും ശബരി ഏട്ടാ, ഇത്രയും വലിയ ക്രൂരത എന്നോട് വേണ്ടായിരുന്നു, ഇങ്ങനെ ഒരു മെൻ്റൽ പേഷ്യൻ്റ് എന്ന സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ടായിരുന്നു. ഞാനൊരു കുഞ്ഞിൻ്റെ അമ്മയാണ്, നമ്മുടെ അപ്പൂട്ടൻ വളർന്നു വരുന്നതല്ലേ, അവന് എന്നെ ഒരു മെൻ്റൽ രോഗിയായി കാണില്ല. ആ ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് തന്നു കഴിഞ്ഞാൽ അത് ഒരിക്കലും എൻ്റെ ദേഹത്ത് നിന്ന് മായ്ച്ചാൽ പോവില്ലല്ലോ. ശബരിയേട്ടാ, ഞാൻ ജയിലിലോട്ട് പോയിക്കോളാം, എൻ്റെ കുഞ്ഞിനെ നിങ്ങളെല്ലാവരും നല്ലപോലെ നോക്കിക്കോളാം. അത് കേൾക്കുന്ന മാഷ് പൊട്ടിക്കരയാണിട്ടാ. എൻ്റെ കുഞ്ഞൊരു തെറ്റും ചെയ്തിട്ടില്ല, ഏതൊരു പെണ്ണും അവളുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്നതേ അവൾ ചെയ്തിട്ടുള്ളൂ, ഇതിനെ ഈ കോടതി ശിക്ഷിക്കരുത് എന്നൊക്കെ പറഞ്ഞ് താഴ്മയായി ജഡ്ജിക്ക് മുന്നിൽ അപേക്ഷിക്കുമെങ്കിലും കൂടി ജഡ്ജി ആ ഒരു വാക്കിന് വില കൊടുക്കില്ല. കാരണം ദയയുടെ മറുപടി അങ്ങനെയായിരുന്നു, എന്നെ ഈ ഒരു കാരണത്തിൻ്റെ പേര് ശിക്ഷിച്ചാലും മെൻ്റൽ പേഷ്യൻ്റ് എന്ന ആനുകൂല്യത്തോടു കൂടി എനിക്ക് പുറത്തിറങ്ങേണ്ട എന്ന് കോടതിയുടെ മുന്നിൽ അങ്ങ് പറയുന്നത് കൊണ്ട് തന്നെ, ജഡ്ജിയുടെ മുന്നിൽ പറയുന്നത് കൊണ്ട് തന്നെ ദയയെ ശിക്ഷിക്കാനായി വിധിക്കപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം ഊണ് കഴിക്കാൻ വേണ്ടി സത്യൻ വീട്ടിലോട്ട് വരികയാണ്. അപ്പോൾ സത്യൻ ഇങ്ങനെ പ്രതിഭ എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും സോന കടന്നു വരികയാണ്. എവിടെ പ്രതിഭ എന്ന് വിളിച്ചാൽ വിളി കേൾക്കാത്ത എന്ന് ചോദിക്കുമ്പോൾ, അതിന് പ്രതിഭ ഇവിടെ ഉണ്ടെങ്കിലല്ലേ സത്യേട്ടാ വിളി കേൾക്കുകയുള്ളൂ, പ്രതിഭ ഇവിടെ ഇല്ലെന്ന്. പ്രതിഭ പിന്നെ എങ്ങോട്ടേക്ക് പോയി? പ്രതിഭയുടെ വീട്ടിലോട്ട്. എന്നിട്ട് അവൾ എന്നോട് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ, അത് തന്നെയാണ് സത്യേട്ടാ, ഇവിടെ എന്തോ ഒരു കളി കളിച്ചിരിക്കുന്നു. പ്രതിഭയെ കുരുക്കിലാക്കി സത്യേട്ടന് പോലും വിളിക്കാതെ പ്രതിഭ ഇവിടെ നിന്നും പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിറകിൽ എന്തോ ഒരു കളി ഉണ്ടായിട്ടുണ്ട്, എന്തോ ഒരു ദുരൂഹതയുണ്ടായിട്ടുണ്ടെന്ന് പറയാനിട്ടാ. അത് കേട്ട ഉടൻ തന്നെ സുശീല, ഈശ്വര, ഈ പെണ്ണ് ഇവനോട് ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞു കൊടുത്താൽ തീർച്ചയായും ഇനി എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു പ്രതിസന്ധി സുശീല നിൽക്കുകയാണ്. ഇതേ സമയം സത്യനാണെങ്കിലും ഇതിന് പിറകിൽ അവർ കളിച്ചിട്ടുണ്ടോ, നമ്മുടെ അമ്മ കളിച്ചിട്ടുണ്ടോ, എനിക്കെന്തായാലും അതിൻ്റെ സത്യാവസ്ഥ അറിയണം, എന്തായാലും ഞാനൊന്ന് പ്രതിഭയുടെ വീട് വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് സത്യൻ അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. അങ്ങനെ സത്യൻ പ്രതിഭയുടെ വീട്ടിലെത്തുമ്പോൾ സത്യനെ കാണുമ്പോൾ സുധനും ഈ പറയുന്ന പ്രതിഭയുടെ അമ്മയും ഒന്ന് ചെറുതായി പേടിക്കുന്നുണ്ട്. അപ്പോൾ ഉടൻ തന്നെ പ്രതിഭ സത്യേട്ട എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ, വേണ്ട, നിനക്ക് ഞാനൊരു ഭർത്താവെന്ന തോന്നലുണ്ടെങ്കിൽ ഒരിക്കലും ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ എന്നോടൊരു വാക്ക് മിണ്ടുകയോ പറയുകയോ അറ്റ്ലീസ്റ്റ് ഒരു ഫോൺ കോൾ അതെങ്കിലും നിനക്ക് വിളിക്കായിരുന്നു, എന്നിട്ടെങ്കിലും നിനക്ക് പോരായിരുന്നു, ഇത്രയും അഹങ്കാരം പ്രതിഭയെ നിനക്ക് പാടില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായി സംസാരിക്കുമ്പോൾ പ്രതിഭ സത്യനെ മുന്നിൽ പൊട്ടിക്കരയണിട്ടാ. സത്യേട്ടാ, എന്തറിഞ്ഞിട്ടാ ഇങ്ങനെ സത്യേട്ടൻ സംസാരിക്കുന്നത്? അമ്മക്കും അച്ഛനും സുഖമില്ല, അമ്മയുടെ ട്രീറ്റ്മെൻറ്റ് വേണം, തിരുവനന്തപുരത്തോട്ട് നാളെ പോവാണ്, എന്നിട്ട് എന്താ നീ പോകുന്നില്ലേ? അത് തന്നെ പോവാണെന്ന് പറഞ്ഞിട്ടാണ് എന്നെ
ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. ആ അപ്പം നാടകം ഏകദേശം എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്തുകൊണ്ട് നീ എനിക്ക് വിളിച്ചില്ല? ഞാൻ വിളിക്കാൻ ഒരുങ്ങിയപ്പോൾ അമ്മയാണ് എന്നോട് പറഞ്ഞത്, സത്യേട്ടനോട് ഞാൻ പറഞ്ഞോളാം, നീ നിൻ്റെ അമ്മയുടെ അച്ഛൻ്റെ കൂടെ പോയിക്കോ എന്നൊക്കെ എന്നോട് അമ്മയാണ് പറഞ്ഞത്. അത് പ്രകാരമാണ് ഞാൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോന്നത് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ സത്യൻ പറയാണ്, പ്രതിഭേ, നീ എൻ്റെ അമ്മയെ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ എല്ലാം മനസ്സിലാക്കിയിട്ടും ഇതിന് പിന്നിൽ ഒരു നാടകം ക്രിയേറ്റ് ചെയ്തത് ആരാണെന്ന് ഞാൻ നിനക്ക് മുന്നിൽ പറഞ്ഞു തരാം. ഈ നിൽക്കുന്നത് നിൻ്റെ അച്ഛനും അമ്മയും. എന്തിന് സത്യേട്ടാ എന്ന് ചോദിക്കണേട്ടാ. അതെ, നീ കേട്ടോ. ഞാൻ അമ്മയുടെയും ഇന്ദ്രേട്ടൻ്റെയും മുന്നിൽ വെച്ച് ആ റൂമിൽ കിടക്കാതെ പുറത്തു വന്ന് കിടക്കുന്നതിനെ തടയാൻ വേണ്ടിയാണ് അമ്മയും ഇന്ദ്രേട്ടനും ഇത് ചെയ്തിരിക്കുന്നത്. ഇത് അമ്മയുടെ ബുദ്ധിയാണ്. ഇതിൽ ഒരിക്കലും ഇന്ദ്രേട്ടൻ ഉണ്ടാവില്ല. കാരണം ഞാൻ എന്നും പുറത്തു വന്ന് കിടന്നാൽ ഇന്ദ്രേട്ടൻ തീർച്ചയായും അനുചേച്ചിയുടെ തിരിച്ച് വീട്ടിലോട്ട് പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ അമ്മ മനഃപൂർവ്വം നമുക്ക് മുന്നിൽ ഒരു നാടകം കളിച്ചതാണ്, നിന്നെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുക എന്നുള്ളത്. അപ്പോൾ ഇന്ദ്രേട്ടൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ തോന്നില്ലല്ലോ, അതിനു വേണ്ടിയാണ് ചെയ്തത്. പിന്നെ ഇതൊക്കെ അറിയാവുന്ന ഒരേ ഒരാൾ നിന്റെ അച്ഛനും അമ്മയാണ്. അവർ മനഃപൂർവ്വം നിന്നെ ഇതിൽ കുരുക്കിലാക്കിയതാണ്. സത്യത്തിൽ നിങ്ങൾ ട്രീറ്റ്മെൻറ്റിന് പോകുന്നുണ്ടോ? ഇല്ലാത്ത കള്ളം പറഞ്ഞ് എൻ്റെ അമ്മയുടെ വാക്കുകൾ കേട്ട് നീ വിളിക്കാൻ വന്നതല്ലേ എന്ന് പറയുമ്പോൾ പ്രതിഭ ആകെ ഞെട്ടിപ്പോകണം കേട്ടോ. നീ നിൻ്റെ അമ്മയോടും അച്ഛനോട് ചോദിച്ചു നോക്ക്. ഞാൻ വിരൽ ചൂണ്ടിക്കഴിഞ്ഞാൽ അത് പിന്നെ വേറെ വാക്കായി മാറും, വേറൊരു തെറ്റായി മാറും. അതുകൊണ്ട് നീ തന്നെ ചോദിക്കുക എന്ന് പറയുമ്പോൾ പ്രതിഭയുടെ സ്വഭാവം അങ്ങ് മാറുകയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുകയാണ്, അമ്മേ, ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറ. അച്ഛാ, ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറ. ഇവിടെ ഈ പറയുന്ന സുശീല ആൻറ്റി വന്നിരുന്നോ? എന്നിട്ട് അമ്മയോടും അച്ഛനോടും ഇല്ലാത്ത നുണകൾ പറഞ്ഞ് എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണോ? അതോ നിങ്ങൾ ട്രീറ്റ്മെൻറ്റിന് പോകുന്നുണ്ടോ? നാളെ ഇവിടെ നിന്നും ട്രീറ്റ്മെൻറ്റിന് പോകുന്നുണ്ടോ? അതുമോളെ, അത് പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞമണി ചേച്ചി വരുമ്പോൾ നമ്മളെങ്ങനെ ട്രീറ്റ്മെൻറ്റിന് പോവുക? 2 ദിവസം കഴിയട്ടെ. അത് കേട്ട് കുഞ്ഞമണി ചേച്ചി അങ്ങോട്ടേക്ക് വരാൻ കേട്ടോ. എന്നെ വിചാരിച്ച് നിങ്ങളാരും ട്രീറ്റ്മെൻറ്റിന് പോവാതിരിക്കേണ്ട. ഞാൻ സത്യൻ്റെ കൂടെ സുശീലയുടെ വീട്ടിലോട്ട് പോയിക്കോളാം. അത് കേൾക്കുന്ന സുധനാകെ പിടിക്കുന്നത് കാണുമ്പോൾ പ്രതിഭയ്ക്ക് കാര്യങ്ങൾ പിടികിട്ടി. എനിക്ക് മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി. മതി, നിർത്തിയേക്ക്. നിങ്ങൾ ഇത്രയും വൃത്തികെട്ട കളി കളിക്കും ഞാൻ ഒരിക്കലും കരുതിയില്ല. ആ സുശീലാൻ്റിയുടെ സ്വഭാവം എത്രത്തോളം തരം താഴ്ന്നതാണെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ എന്തിനാണ് ഇത് കളിച്ചത്? പിന്നെ മോളെ, ഞങ്ങൾ എന്ത് വേണം? നിനക്ക് അവിടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവർ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ പിന്നെ നിൻ്റെ നേർക്കായിരിക്കും അവർ വാളെടുക്കുന്നത് എന്ന് പറയട്ടെ. അപ്പം സത്യം പറയണേ, ഇവളെൻ്റെ പെണ്ണാണ്. ഇങ്ങനെയുള്ള നാടകത്തിന് കൂട്ടുനിന്ന് കഴിഞ്ഞാൽ ഈ വീടുമായുള്ള ബന്ധം ഞാൻ വേണ്ടെന്ന് വെക്കുമെന്ന് പറയട്ടോ. പിന്നീടാണെങ്കിലോ മാഷി ആകെ തകർന്ന് തരിപ്പിടമായിരിക്കുകയാണ്. മാഷിൻ്റെ മകൾ പോയല്ലോ, ജയിലിലോട്ട് പറഞ്ഞയക്കുന്ന ആ ഒരു ജാമ്യം നിഷേധിച്ചതും കൊണ്ട് തന്നെ മാഷ് തളർന്നിരിക്കുകയാണ്. ഇനി എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ ഈശ്വര ഞാൻ എന്ത് ചെയ്യും? എന്തൊരു ദുർവിധിയാണ് എനിക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശബരി ദേഷ്യപ്പെടുകയാണ് കേട്ടോ. നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ അഭിമാനമാണ് മെൻ്റൽ പേഷ്യൻ്റ് ആണെന്ന് പറയുകയാണെങ്കിലും ഇതാരും തന്നെ അറിയത്തില്ല. അവൾ പുറത്തു വന്നിരുന്നു, അവൾ പുറത്തു വരാതിരിക്കാനുള്ള നാടകമല്ലേ അവിടെ നിങ്ങളൊക്കെ കളിച്ചത് എന്നൊക്കെ പറഞ്ഞ് ശബരി ദേഷ്യപ്പെടുമ്പോൾ മാഷ് ശരിക്കും തകർന്നു പോവാണ് കേട്ടോ. ശബരിയുടെ വായിൽ നിന്നും ഇന്നേ വരെ കേൾക്കാത്ത ആ വാക്കുകൾ കേൾക്കുമ്പോൾ ശരിക്കും തകർന്നു പോവാണ്. അപ്പോൾ എന്തായാലും ദയ ഇനി ജാമ്യം കിട്ടാതെ ഉള്ളിലോട്ട് പോകുമ്പോൾ ഇപ്പുറത്താണെങ്കിലോ അനുപമയുടെ പ്രശ്നം ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. അത് മാഷ് അറിയാനിരിക്കുന്നേ ഉള്ളൂ.